ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളിന്ന് ബാംഗ്ലൂർക്ക് പോവാണ് ഗൈസ്. അപ്പോൾ നമ്മളുടെ ബാംഗ്ലൂർ ഡയറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് എപ്പിസോഡിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ബാംഗ്ലൂർക്ക് പോവുകയാണ്. അപ്പോൾ ഒരു ബാക്ക് പാക്കിംഗ് ട്രിപ്പായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ലെറ്റ്സ് ഗോ ഗൈസ്. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് കാണാം. ഫൈനലി നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. പിന്നെ നമുക്ക് നേരെ നമ്മളുടെ പ്ലാറ്റ്ഫോമിലേക്ക് പോകാം ഗൈസ്. നമ്മൾ ബാംഗ്ലൂർക്ക് പോകുന്ന ട്രെയിൻ ഏതാ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരുവനന്തപുരത്തു നിന്ന് CSMTക്ക് പോകണ പൂനെ വഴി പോകണം കേട്ടോ. ആ ട്രെയിനാണ് ഗൈസ് നമ്മൾ ഇന്ന് പോകാൻ പോണത്. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന സ്ലീപ്പർ ക്ലാസ് ആണ് ഗൈസ്. നമുക്ക് അതേ ടിക്കറ്റ് കിട്ടിയുള്ളൂ. അപ്പം ലെറ്റ്സ് ഗോ ഗൈസ്. ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇവിടെ ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസ് വരുന്നുണ്ട്. നമ്മളുടെ 10:35 ഗൈസ് ഇപ്പോൾ ട്രെയിന്, നമ്മുടെ ട്രെയിന്. പക്ഷെ ഇപ്പോൾ 10 മണിയായിട്ടുള്ളൂ. ഇനിയും അരമണിക്കൂറുണ്ട്. അപ്പോൾ നമ്മൾ വെയിറ്റിംഗ് ആണ്. ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസ് വരുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നുണ്ട് നമ്മുടെ. പിന്നെ നമ്മളുടെ കോച്ച് S1 കേട്ടോ. അപ്പോൾ അത് വരുന്നുണ്ട്. ഇതാട്ടോ ഗൈസ് നമ്മളുടെ സ്റ്റേഷൻ്റെ ഫ്രണ്ട് എത്തി. അപ്പോൾ നമ്മുടെ ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസ് ഇവിടെ എത്തിയിട്ടോ. VAP7 ആട്ടോ അതിൻ്റെ ലോക്കോ. പീസ് നമ്മൾ പോകുന്ന ട്രെയിൻ എത്തിയിട്ടോ. തിരുവനന്തപുരം CSMT എക്സ്പ്രസ് ആണ് നമ്മൾ പോണത്. ഇത് പൂനെ വഴി പോണ ട്രെയിൻ കേട്ടോ. അതിലൊരു ജനറലാ, അന്ത്യോദയയുടെ ജനറലാട്ടോ ഗൈസ് ഇതിന് കൊടുത്തിരിക്കുന്ന. അന്ത്യോദയ എക്സ്പ്രസിൻ്റെ നമ്മളുടെ S1 ആട്ടോ. അതാ വരുന്നതാണ്. നമ്മുടെ ട്രെയിനും ഇവിടെ നിന്ന് വിട്ടു കേട്ടോ. അപ്പോൾ നമ്മുടെ ട്രെയിൻ ഇപ്പോൾ പാലക്കാടിൻ്റെ ഔട്ടറിൽ പിടിച്ചിട്ടില്ല. സ്ലോ ആയിട്ടാണ് കേസ് പോണത്. സിഗ്നൽ 2 ആണ് കേസ്. അപ്പോൾ നല്ല സ്ലോ ആയിട്ടാണ് കേസ് നമ്മുടെ ട്രെയിൻ പോണത്. അടുത്ത് ചിലപ്പോൾ റെഡ് ആവാൻ ചാൻസ് ഉണ്ട്. ഗൈസ് ഇപ്പോൾ നമ്മുടെ ട്രെയിൻ ഇപ്പോൾ കഞ്ചിക്കോട് പിടിച്ചിട്ടിരിക്കുകയാണ് ഗൈസ്. ക്രോസിങ് ഉണ്ട് തോന്നുന്നു.
ഗൈസ് ഇപ്പം നമ്മുടെ ട്രെയിൻ ഇപ്പോൾ നമ്മൾ ബാംഗ്ലൂർ എത്തുന്നത് രാത്രി 8 മണിക്ക് കേട്ടോ. അപ്പോൾ ഇത്ര നേരമായിട്ട് വിട്ടിട്ടില്ല ഗൈസ്, ഇവിടെ തന്നെ പിടിച്ചിട്ടിരിക്കുകയാണ്. വെയിറ്റ് ചെയ്യുക ഗൈസ്. നമ്മുടെ ട്രെയിന് ഇപ്പോൾ കഞ്ചിക്കോട് നിന്ന് വിട്ടു കേട്ടോ. കുറേ നേരം അവിടെ പിടിച്ചിട്ടു. നമ്മുടെ ബാംഗ്ലൂർ ഇൻ്റർസിറ്റീനെ കയറ്റി വിട്ടു ഗൈസ്. ഓവർടേക്ക് അയച്ചു പോയി. നമ്മുടെ ട്രെയിൻ ഒരു പ്രയോറിറ്റി ഇല്ല തോന്നുന്നുണ്ട്. ഇപ്പോൾ ട്രെയിൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സ്പീഡ് എടുത്ത് തുടങ്ങിയിട്ടോ. നല്ല നോയ്സ് ഉണ്ട്, നല്ല നോയ്സ് ഉണ്ട്. ഓ നല്ല വ്യൂ കാണിച്ചു തരാം. നല്ല കോടയൊക്കെ ഇറങ്ങി നിൽക്കുന്നു ഗൈസ് ആ മലയിൽ. നല്ല കാറ്റുണ്ട് കേട്ടോ. മഴയുടെ ചാൻസ് കൂടുതലാണ് ഗൈസ്. നല്ല കാർമേഘ മുകളിലുണ്ട്. ക്യാമറയിൽ കാണാൻ പറ്റുന്നില്ല, ബട്ട് നല്ലോണം ഉണ്ട് ഗൈസ്. മഴ പെയ്യോ നല്ല ചാൻസ് ഉണ്ട്. നല്ല വ്യൂ ആണ് ഗൈസ് ഫ്രണ്ടിലേക്ക്. അടിപൊളി വ്യൂ ആട്ടോ. ക്യാമറയിൽ കാണുമല്ലേ, നല്ല വ്യൂ, നല്ല രസമില്ലേ ഗൈസ് നമ്മുടെ ഈ മല കാണാൻ. നല്ല പച്ചപ്പ് നിറഞ്ഞ് നിൽക്കുന്ന സ്ഥലം ഗൈസ്, നല്ല രസമുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ തമിഴ്നാട്ടിലേക്ക് കയറാൻ പോകാം കേട്ടോ. വാളയാർ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ തമിഴ്നാട്ടിലേക്ക് കയറും ഗൈസ്. നമ്മുടെ ട്രെയിന് നല്ല ഭംഗിയുണ്ട് ഗൈസ്. ട്രെയിനും ആ മലയും കൂടി കിട്ടുമ്പോൾ നമ്മൾ ഏറ്റവും ഫ്രണ്ട് ഭാഗത്താട്ടോ. S1 എന്ന് പറയുന്ന കോച്ച് ഏറ്റവും ഫ്രണ്ട് ഭാഗത്തേക്കായിട്ടാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഗൈസ് ഇതിൻ്റെ വ്യൂ. ചെറിയ ഷെയ്ക്കിങ് പ്രോബ്ലം ഉണ്ടാവും ഗൈസ്, നല്ല കാറ്റടിക്കണോണ്ടാണ് ഗൈസ്. ക്യാമറ കയ്യിൽ നിൽക്കണില്ല, അതുകൊണ്ട് കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. യെസ്, നമ്മുടെ ട്രെയിൻ ഭയങ്കര ലേറ്റാട്ടോ. ഭയങ്കര സ്ലോയിലാണ് കേസ് നമ്മുടെ ട്രെയിൻ പോണത്. ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് കയറിയിട്ടോ. തമിഴ്നാട്ടിൽ കയറിയിട്ടുണ്ട്. അപ്പം ഇവിടെ നിന്നുള്ള വ്യൂ ഒക്കെ അടിപൊളി കേട്ടോ. ഏകദേശം ചെറിയ ചെറിയ ക്ലിപ്സൊക്കെ ഞാൻ എടുത്ത് കാണിക്കുന്നുണ്ട്. ഈ വീഡിയോ അധികം ലെങ്ത് ആക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ ഗൈസ് നമ്മൾ ചെറിയ ചെറിയ ക്ലിപ്സ് ഇടുന്നത്. അടിപൊളി കേട്ടോ. എന്തായാലും രാവിലെ ആയതുകൊണ്ട് തന്നെ ട്രിപ്പ് അടിപൊളിയായി. കൈ വെക്കണത് അവിടെ നിന്ന് വെളിച്ചടിക്കാതിരിക്കാൻ കേട്ടോ. ഓക്കെ, അപ്പോൾ ട്രിപ്പ് രാത്രിയാണ് സാധാരണ നമ്മൾ ബാംഗ്ലൂർക്കൊക്കെ ട്രെയിൻ മിക്കതുള്ളത് നമ്മുടെ അവിടെ നിന്ന്. പിന്നെ ഇത് പറഞ്ഞാൽ രാവിലെ ഓടുന്ന ട്രെയിനാണ്. ഇത് വീക്കിലി 1 ട്രെയിനാണ്. വീക്കിലി ഒറ്റ സർവീസേ ഉള്ളൂ ഇവിടെ നിന്ന് അങ്ങോട്ട് CSMTക്ക്. അപ്പോൾ ഇത് ട്രെയിൻ പോണത് പൂനെ വഴിയാണ് കേട്ടോ. ഇവിടെ നിന്ന് നമ്മൾ തമിഴ്നാട്ടിൽ കൂടെ പോയിട്ട് അങ്ങനെ ഇതിനെ പോയി അങ്ങനെ പൂനെ വഴിയാണ് ഗൈസ് നമ്മുടെ ഈ ട്രെയിൻ പോണത്. വീക്കിലി 1 ആണ് കേട്ടോ ഈ ട്രെയിനിൻ്റെ സർവീസ് വരുന്നത്. പിന്നെ നമ്മളിപ്പോൾ ഉള്ളത് S1 കോച്ചിലാണ്. നമ്മൾ ഏറ്റവും ഫ്രണ്ട് ഭാഗത്തായിട്ടാണ് കേട്ടോ നമ്മൾക്ക് കോച്ച് കിട്ടിയിരിക്കുന്നത്. എൻ്റെ സീറ്റ് നമ്പർ 8 ആട്ടോ, 8. ഗൈസ് അപ്പോൾ നമ്മൾ കോയമ്പത്തൂർ എത്താറായിട്ടോ. ഗൈസ് അവിടെ WDG 3A ഉണ്ട് കേട്ടോ. കോയമ്പത്തൂർ എത്തിട്ടോ ഗൈസ്. കോയമ്പത്തൂരെത്തി. അപ്പുറത്ത് കോയമ്പത്തൂർ കണ്ണൂർ പാസഞ്ചറാണ് ഗൈസ്. നമ്മൾ ഒറ്റപ്പാലം വെച്ച് കണ്ടില്ലേ ഗൈസ്, ആ ട്രെയിനാട്ടോ അപ്പുറത്ത് നിൽക്കുന്നത്.
ഗൈസ് അപ്പം നമ്മളൊരു ഉറക്കൊക്കെ പാസ്സാക്കി നോക്കുമ്പോൾ ഇപ്പോൾ സേലെത്തിയിട്ടുണ്ട്. നല്ലൊരു ഉറക്കം ഉറങ്ങി, 1 hour ഉറങ്ങി, സേലെത്തിയിട്ടോ. ടൂർ കഴിഞ്ഞപ്പോൾ നല്ലൊരു മഴ ആയിട്ടോ, നല്ല മഴ പെയ്തു. ട്രെയിനൊന്ന് ക്ലീനായി, സീനുണ്ട്. അപ്പോഴാണ് ഒന്ന് രസമായി തുടങ്ങിയത്. മഴ പെയ്തപ്പോൾ ഫുൾ അടിപൊളിയായി. ട്രെയിൻ ഇപ്പോൾ ഏർലി കേട്ടോ. നമ്മൾ 7:15 ബംഗാർപേട്ടിൽ എത്തണ ഒരു 7 മണിക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ 7:15 വരെ പിടിച്ചിടും. ഏർലിയാണ് നമ്മുടെ ട്രെയിന്. അപ്പോൾ 7:15 വരെ നിർത്തും. ഓൾമോസ്റ്റ് ബാംഗ്ലൂർ എത്താറായിട്ട്, KRV എത്താറായിട്ടോ. അപ്പോൾ ഇനി ഒരു 40 kilometers കൂടെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മളിപ്പോൾ വൈറ്റ്ഫീൽഡ് എത്താറായിട്ടോ. ഇനി നമുക്ക് അടുത്ത വൈറ്റ്ഫീൽഡ് സ്റ്റോപ്പില്ല, നമ്മൾ ഡയറക്റ്റ് ഇനി KRV ആട്ടോ സ്റ്റോപ്പുള്ളൂ. ഫൈനലി KRV എത്തിയിട്ടോ. നല്ല തിരക്കുണ്ട്, പുറത്തു പോയിട്ട് കാണാം ഗൈസ്. അപ്പോൾ നമ്മൾ ഫൈനലി ബാംഗ്ലൂർ എത്തി. അപ്പോൾ നമ്മുടെ ബാംഗ്ലൂർ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഗൈസ്. പിന്നെ KRV സ്റ്റേഷനിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, എന്താ വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്തു ഗൈസ്. പിന്നെ വീഡിയോ എടുക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരക്കൊക്കെ ആയി പറ്റിയില്ല ഗൈസ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.